അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൻസൾട്ടാക്കി സംസാരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളെ ദൈവങ്ങളെ കൈയൊഴിക്കാനോ? അപ്പൊ കുറെ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചവരാണ് മക്ക മുശ്രിക്കീങ്ങൾ. അതേ മുശ്രിക്കീങ്ങൾ അങ്ങനെയാണ്, കുറെ ദൈവങ്ങളുണ്ടെന്നാണ് അവരെ വിശ്വാസം. മുസ്ലിമീങ്ങളെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. കാരണം അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല, യഥാർത്ഥത്തിൽ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല, നിയന്ത്രിക്കുന്നവനില്ല, അധികാരമുള്ളവനില്ല. അല്ലാഹു മാത്രമേ മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിസബിഹി വനദീരി. ഇത് ഇവിടെ പറയുന്നതല്ല, 1-ാം ക്ലാസ് മുതൽക്ക് മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന വിശ്വാസമാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, ഏത് ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അത് തന്നെയല്ലേ സുന്നത്ത് ജമാഅത്തുകാർ അവർ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ബിർദുണ്ട്, ബിർദുൽ ലത്തീഫ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പതിവാക്കി തന്നതാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പതിവാക്കിയ ദിക്റുകളാണ്. അതിൽ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ, അല്ലാഹുവോട് പറയാണ്, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ, ഏത് മിൻ നിഅമത്തിൻ, എനിക്ക് എന്ത് നിഅമത്ത് കിട്ടിയിട്ടുണ്ടോ, ഏത് സൃഷ്ടികൾക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ, ഏത് സൃഷ്ടികൾക്ക് എന്ത് നിഅമത്ത് കിട്ടിയിട്ടുണ്ടോ, ഫമിൻക വഹ്ദക ലാ ശരീക ലക്, അത് അല്ലാഹുവേ നിന്നിൽ നിന്ന് മാത്രമാണ്, നിന്നിൽ നിന്നല്ലാതെ ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല, കിട്ടൂല. നീ ഏകനാണ്, നിനക്കൊരു കൂറുകാരനുമില്ല, പങ്കുകാരനില്ല. സുഹൃത്തുക്കളെ, അതേ സമയത്ത് അബൂജഹലോ അല്ല പറയുന്ന ജഅലൂലില്ലാഹി ശുറക്കാ, അവർ പടച്ച റബ്ബിനെ കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ചു, പടച്ച റബ്ബിന് പാർട്ണർമാരുണ്ടെന്ന് വിശ്വസിച്ചു, അധികാരത്തിൽ കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് റബ്ബ് പറയുന്നു, ലൈസ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അല്ലാഹുവിന് അധികാരത്തിൽ കൂറുകാരനില്ല, ഒരാൾക്കും ഇവിടെ അധികാരമില്ല എന്ന് പറഞ്ഞാൽ ആർക്കെന്ത് അധികാരമുണ്ടോ അത് റബ്ബ് അപ്പോൾ കൊടുക്കുന്നതല്ലാതെ ഒരാൾക്കും ഒരധികാരവുമില്ല. ഇവിടെ ഏത് പ്ലെയിന് നിയന്ത്രിക്കുന്ന പൈലറ്റ് ഉണ്ടോ അപ്പോൾ അല്ലാഹു കൊടുക്കുന്ന നിയന്ത്രണമല്ലാതെ ഒരു പൈലറ്റിനും നിയന്ത്രിക്കാൻ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. എല്ലാ നിയന്ത്രണവും അല്ലാഹുവിനാണ്, എല്ലാ അധികാരവും അല്ലാഹുവിനാണ്. അല്ലാഹുവിനല്ലാതെ ഒന്നുമില്ല. നിമിത്തങ്ങളായി പലതുമുണ്ടെന്നല്ലാതെ സർവസ്വവും അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഫമിൻക വഹദക ലാ ശരീക ലക് ഫലക്കൽ ഹംദു വലക ശുക്രു അലാ ദാലിക്, ആ വകയിൽ എല്ലാ നിലക്കും തന്നെ സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. വലക ശുക്രു, നിനക്കാണ് നന്ദി അല്ലാഹ്, നീ അല്ലാതെ കൊടുക്കുന്നവനില്ല. ഇത് തന്നെ ഹദ്ദാദ് റാത്തീബിലും ചൊല്ലുന്നു, ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാഹ്. ഖൈറും ശർറും അല്ലാഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ഇവിടെ ആർക്കും ഒന്നും കിട്ടുന്നില്ല. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്ന്, അല്ലാഹുവിങ്കിൽ നിന്നല്ലാതെ ഒന്നുമില്ല. നിമിത്തങ്ങൾ എന്ന നിലക്ക് പലരുമായും ബന്ധപ്പെടും, പലരോടും ആവശ്യപ്പെടും. അതേ ആവശ്യപ്പെടാൻ പറ്റുന്നവരോടൊക്കെ ആവശ്യപ്പെടും, പറ്റുന്നത് ആവശ്യപ്പെടും, പറ്റാത്തത് ചോദിക്കൂല. അങ്ങനെ അല്ലാഹു തആല വെച്ച നിമിത്തങ്ങൾ എന്നല്ലാതെ ഒരു സൃഷ്ടിയെയും ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല. ഇത് നന്നായി മനസ്സിലാക്കും. ഞാൻ ഈ അടുത്ത് നാദാപുരത്ത് വന്ന് പാട്ടുപാടിയ ഒരാളുടെ പ്രസംഗം കേട്ടു. നിമ്പർമെന്നാണ് തോന്നുന്നു, പച്ച മലയാളത്തിൽ ഒത്തുപോതിട്ട് ജനങ്ങളെ നിസ്കാരം തീർത്ത് ബാത്തിലാക്കാണ്. അയാൾ വലിയ സൽക്കർമാന്ന് വിചാരിച്ചു, അന്നഹും യുസ്സിനൂന സുൻആ, നല്ല പണിയാന്ന് വിചാരിച്ച് ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പറയാണ്, ഇവർ പടച്ചവനോട് ചോദിക്കൂല. ഞങ്ങൾ ഒരൊറ്റ ഖുതുബ ഈ സാധു കേട്ടില്ലല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിങ്ങൾ ആരോടാ പറയല്? എല്ലാ ഖുതുബയിലും ഉള്ളത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിസ്കരിച്ചോടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, നിസ്കരിച്ചോടനെ ദുആർക്കൽ എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദിനാ. നമ്മളെ എല്ലാ ദുആയും അല്ലാഹുവോട് തന്നെയല്ലേ, അല്ലാഹുവോടല്ലാതെ ആരാണ് പ്രാർത്ഥിക്കാറ്? അപേക്ഷ സമർപ്പിക്കാറുണ്ട്, അത് നിമിത്തങ്ങളാണെന്ന നിലക്ക്.